നമ്മൾ വന്ന വഴിയത്. ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിമനോഹരമായ ഒരു പ്ലേസാണിത് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആയിരവല്ലി ശിവക്ഷേത്രമാണ്. മഹാദേവനാണ് ഇവിടെ ഇരിക്കുന്നത്. ഗണപതിയുണ്ട്, ദേവിയുണ്ട്, നാഗദൈവങ്ങളുണ്ട്. അപ്പം ഇതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറയുടെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇവിടെ നിന്ന് കാണാം. ഈ താഴെ കാണുന്നതാണ് കല്ലറ സ്റ്റാൻഡ്, കെട്ടിടങ്ങളെല്ലാം കാണാൻ പറ്റും. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതാണ് പൊന്മുടി. അങ്ങോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പാലോട് പൊന്മുടിക്കൊക്കെ പോകുന്ന വഴിയാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെഞ്ഞാറമ്മൂട്, കല്ലറ, കാരേറ്റ്, കിളിമാനൂർ എല്ലാം പെടുന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് താഴെ കാണുന്ന എല്ലാ ആ സ്ഥലങ്ങളാണ്. അതായത് വലിയൊരു പാറയുടെ മുകളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് നമ്മുടെ പഴനി എന്ന് പറയാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു കൊച്ച് ഒരു ഏകദേശം, അതായത് അത്രയും താഴ്ന്ന അടി തൊട്ടിട്ടാണ് ഈ പാറയുള്ളത്. ഇത് താഴ്ഭാഗമാണത്. ഇത് താഴ്ഭാഗത്താണ് കാണുന്ന സ്റ്റാൻഡ്, അതായത് മാർക്കറ്റ്. ഈ കാണുന്ന മാർക്കറ്റാണ് കല്ലറ. അതിൻ്റെ മുകളിലാണ് ബസ് സ്റ്റാൻഡ്, പിന്നെ സ്കൂളുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളൊക്കെ പലതും ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാം നമുക്ക് കാണാൻ പറ്റും. പള്ളികൾ, മുസ്ലിം പള്ളികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാം കൊണ്ടും അതിമനോഹരമായ ഒരു സ്ഥലത്താണ്. നല്ലൊരു ദൈവികമായ സ്ഥലമാണ്. ഇവിടെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പിന്നെ എനിക്ക് പറയാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ സ്റ്റാൻഡിൽ നിന്നിട്ട് ഈ പാറ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു ഗോപുരം കാണാം. ഇത്രയും വലിയൊരു ക്ഷേത്രമാണെന്ന് എനിക്കറിയത്തില്ല. പോകാം നമുക്ക് വീഡിയോയിലോട്ട്. ഗണപതി ഭഗവാനാണ് ഇരിക്കുന്നത്. ഇത് ഗണപതി ഹോമം നടത്തുന്ന ഹോമകുണ്ടാണിത്. ഇവിടെ തുളസിയുണ്ട്. ഇവിടെ തേങ്ങ ഉടയ്ക്കുന്ന, ഇവിടെയാണ് ഭഗവാന് തേങ്ങയൊക്കെ ഉടയ്ക്കുന്ന സ്ഥലമാണ്. തുളസിയുണ്ട്. ഞാൻ ഇവിടെ നിന്ന് പറിക്കട്ടെ. ആയിരവല്ലി ക്ഷേത്രം, ഇവിടെയാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. മഹാദേവൻ വളരെ ശാന്തനായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. നന്ദിയുണ്ട്. നന്ദികേശനാണ്. അതായത് ശിവഭഗവാന്റെ എന്താണ് കണ്ട ഇതിന്റെ ഐതിഹ്യം? നന്ദിയാണ് ഭഗവാനെ എന്നും കാണുന്നത്. ഭഗവാൻ എന്താണ് ഏതാണെന്ന് അറിയാൻ നന്ദിനെ കാണണം. നന്ദിദേവനെ കണ്ടാൽ മാത്രമേ ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അതായത് അവന് ഏറ്റവും ഇഷ്ടമുള്ളത് നന്ദിനെ. ഭഗവാനോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ നന്ദിയുടെ ഒരു ചെവി പൊത്തി ഒരു ചെവിയിലൂടെ നമ്മൾ കാര്യം പറയുമ്പോൾ അത് നേരെ ഭഗവാന്റെ അടുത്ത് എത്തിക്കും. നന്ദി എന്ന് പറഞ്ഞാൽ പശുക്കിടാവാണ് അല്ലേ? റിയലി കാളയാണ്. കാള, പശുവല്ല, കാള. നന്ദി. ഓക്കെ. കൃഷ്ണനാണ് പശു. അതെ, എനിക്കറിയില്ല, പഠിച്ചു തരണം. പഠിക്കണം. ഘോരപാലകന്മാരുണ്ട് 2 പേര്.
ആയിരവല്ലി ക്ഷേത്രം കേട്ടോ. തിരുവനന്തപുരം കല്ലറ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത്, സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വരിക. വലിയൊരു പാറയുടെ മുകളിലാണ്. ഇവിടെ അമ്മയായിരിക്കുന്നത്, ദേവിയാണ്. അമ്മ ഇവിടെയാണ് ഇരിക്കുന്നത്, പാർവതി മാതാവ്. അങ്ങനെ കൊണ്ടാണ് തുടങ്ങുന്നത്. കണ്ണൻ തുടങ്ങുന്നു. അതായത് എല്ലാവരും പറയും അടഞ്ഞിരിക്കുന്ന അമ്പലത്തിൽ പോവരുത്, തൊഴരുത് എന്നൊക്കെ. അതൊക്കെ മനുഷ്യനുണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരളിച്ചെടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തനിയെ പോകുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും ചെല്ലാം. ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് ചെന്ന് ദൈവത്തിനെ വിളിക്കാം. നമ്മുടെ ശുദ്ധവൃത്തിയോടുകൂടി നമ്മുടെ മനസ്സ് ശുദ്ധമാവുക. പിന്നെ ആ കൂടെ നമ്മൾ അതും ഇതൊക്കെ തൊട്ട് നമ്മളെ ദേഹങ്ങളെല്ലാം അഴുക്കും വൃത്തിയോടൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് ദൈവത്തിനെ വിളിക്കണം തോന്നുമ്പോൾ നമ്മൾ തനിയെ കുളിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ഥലത്ത് ശാന്തമായിട്ടിരുന്ന് ധ്യാനിക്കുക. അതാണ് ഏറ്റവും വലിയ ഇഷ്ടം. ദൈവങ്ങൾക്ക് ഇഷ്ടം അതാണ്. അല്ലാണ്ട് ഒച്ചപ്പാടും കൈകൊട്ടിക്കളിയിലുണ്ട്, ഒച്ചപ്പാടും ബഹളവും കൈകൊട്ടും കൈകൊട്ടും അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊന്നുമല്ല. ശാന്തി. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ആരുമില്ല. ഞാനും ഉണ്ട്, ഇവിടെ ഇരിക്കുന്ന ദൈവങ്ങളും ഉണ്ട്, കണ്ണനും ഉണ്ട്. വളരെ പോസിറ്റീവ്. പക്ഷെ ആ ഒരു ദൈവികത ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളിവിടെ വന്നു, തൊഴുതു, പ്രാർത്ഥിച്ചു. എന്നുവെച്ചാൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ച ആ ലക്ഷ്യം ഞങ്ങളിൽ എന്ത് ചെയ്തു, നമ്മളെത്തി. പിന്നെ അതുമല്ല ഒരുപാട് നാളത്തെ ആഗ്രഹം. കാരണം ഞാൻ ദൂരെ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ ഈ സ്ഥലം. പക്ഷെ ഇന്ന് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത് ഏറ്റവും ഒരു ഭാഗ്യമായിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ കാണുന്നത്. കാരണം എന്താണെന്നറിയോ? ഒരുപാട് പ്രതിബന്ധങ്ങളെ താണ്ടി അനുഭവിച്ച് തീർത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എനിക്കിവിടെ ഒരുപാട് വേദനകളുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാനായിട്ട്. അന്നേരം ഞാൻ ഇവിടെയൊക്കെ വരുമ്പോൾ ഞാൻ ഇങ്ങോട്ട് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. ഇവിടെ ഈ അമ്പലത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങോട്ട് എങ്ങനെ എത്തിപ്പെടാൻ വിചാരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് എനിക്കിവിടെ വരാൻ പറ്റി, തൊഴാൻ പറ്റി. പക്ഷെ അതിൻ്റെ പിന്നിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ചിട്ട് ആണ് ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എന്ത് ചെയ്തത് വന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അവിടെയൊക്കെ കാണിച്ചു കൊടുത്തോ. ഇവിടുത്തൊക്കെ വന്നിട്ട് ഇവിടെ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അതായത് കല്ലറ വന്നതിന് ശേഷം സ്കൂളിൻ്റെ അതിൽ ചോദിക്കുക ആയിരവല്ലി ശിവക്ഷേത്രം, കല്ലറ പ്രൈവറ്റ് സ്റ്റാൻഡിൽ വന്നിറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് റോഡുണ്ട്. പിന്നെ ഇങ്ങോട്ട് മേളിലോട്ട് കയറി വരാം. ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബസ് ഉണ്ടോ? തിരുവനന്തപുരത്തേക്ക് കല്ലറയ്ക്ക് ബസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. പക്ഷെ ഇങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ ഉള്ള വഴിയാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ താഴെ കൂടെ അല്ല, ഇപ്പൊ ആളുകൾ തിരുവനന്തപുരത്ത് വന്ന്, അപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള സൗകര്യം. ആളുകൾ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ടെങ്കിൽ കല്ലറയ്ക്ക് വരണം. കല്ലറയ്ക്ക് വരണം. ബസ് എവിടെന്നേലും കണ്ടുപിടിക്കണം. നല്ല വർത്താനം, ബുദ്ധിയില്ല വർത്താനത്തിൽ. തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ കിളിമാനൂര് കൊട്ടാരക്കര കൊട്ടാരക്കരയ്ക്ക് പോകുന്ന ബസ്സിൽ വന്നിട്ട് എന്ത് ചെയ്യണം? കാരേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. അല്ലെങ്കിൽ കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങണം. കിളിമാനൂരിൽ നിന്ന് ഇങ്ങോട്ട് ബസ്സുണ്ട് കല്ലറയ്ക്ക്. അങ്ങനെ ഇവിടെ കല്ലറയിൽ വന്നിറങ്ങണം. അപ്പോൾ സ്വന്തം വണ്ടിക്കൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കാരേറ്റിൽ നിന്ന് തിരിഞ്ഞ് കല്ലറയ്ക്ക് നേരിട്ട് വരാം. വന്നിട്ട് പ്രേക്ഷകര് ചോദിക്കും എങ്ങനെയാണ് വരേണ്ട റൂട്ട്. ആയിരവല്ലി ക്ഷേത്രമാണ്. ആയിരവല്ലി ശിവക്ഷേത്രം, പാറയുടെ മുകളിലിരിക്കുന്ന ആയിരവല്ലി ശാന്തമായിട്ട്